സംസ്ഥാന ബജറ്റ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ ഇനി 1 മണിക്കൂർ മാത്രമാണ് ഉള്ളത്. അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ ബ്യൂറോ ചീഫ് ഷീജ ജോയിൻ ചെയ്യുന്നുണ്ട്. ഷീജ, ഗുഡ് മോർണിംഗ്. അല്പം മുമ്പ് ധനമന്ത്രി ബജറ്റ് രേഖകളെ ഏറ്റുവാങ്ങിയ ദൃശ്യങ്ങൾ നമ്മൾ ലൈവായി തന്നെ കാണിച്ചു. ധനമന്ത്രി അവിടെ നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞോ? എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് നമ്മുടെ പ്രേക്ഷകരോട് ഷീജയ്ക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ളത്? ഷീജ. NPC തീർച്ചയായും അല്പസമയം മുമ്പാണ് ഗവൺമെൻറ് പ്രസ്സിലെ സൂപ്രണ്ടും മറ്റു ഉദ്യോഗസ്ഥരും എല്ലാവരും ബജറ്റിൻ്റെ അന്തിമ കോപ്പിയുമായി ഇവിടെ എത്തിച്ചേർന്നത്. ധനമന്ത്രി അല്പസമയം മുമ്പ് സൂപ്രണ്ടിൽ നിന്നും അന്തിമ കോപ്പി ഏറ്റുവാങ്ങുകയും ചെയ്തു. ഇപ്പോഴേതായാലും അകത്ത് പോയി അദ്ദേഹം അന്തിമ കോപ്പി ഒന്ന് പരിശോധിക്കുകയാണ്. ഇത് പരിശോധിച്ചതിന് ശേഷം അദ്ദേഹം പുറത്തേക്ക് വരുന്നതായിരിക്കും, മാധ്യമങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം 8:30 ഇവിടെ ഔദ്യോഗിക വസതിയായ പൗർണമിയിൽ നിന്നും നിയമസഭയിലേക്ക് പുറപ്പെടുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു ആകാംക്ഷയുടെ 1 മണിക്കൂർ മാത്രമാണ്. എന്താകും സംസ്ഥാന ബജറ്റ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ. അതിന് 1 മണിക്കൂർ മാത്രമാണ് അവശേഷിക്കുന്നത്. 9 മണിക്ക് നിയമസഭയിൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്കുള്ള 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റിൻ്റെ അവതരണം കെ.എൻ. ബാലഗോപാലിൻ്റെ ആരംഭിക്കുന്നതായിരിക്കും. അദ്ദേഹത്തിൻ്റെ 5ാമത്തെ ബജറ്റാണ് ഇത്തവണത്തേത്. ഏതായാലും അദ്ദേഹം പ്രധാനമായും സൂചിപ്പിച്ചത് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ജനക്ഷേമ പ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള വികസനം, അതിൽ നിന്നും ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയുമില്ല. അതോടൊപ്പം തന്നെ കൃത്യമായ പരിഗണന അത് അർഹിക്കേണ്ട എല്ലാ വിഭാഗങ്ങൾക്കും നൽകിക്കൊണ്ട് തന്നെയായിരിക്കും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുക. വലിയ സാമ്പത്തിക പ്രയാസം ഒക്കെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ പോലും കേന്ദ്രം ഉണ്ടാക്കിയിട്ടുള്ള പ്രതിസന്ധി അത് മറികടക്കുന്ന തരത്തിലുള്ള ഒരു ബജറ്റ് തന്നെയാകും ഇത്തവണത്തേത് എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ ധനമന്ത്രി ഇതിലേക്കൂടി തന്നെയായിരിക്കും പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ബജറ്റിൻ്റെ കുറച്ചുകൂടി കാര്യങ്ങൾ അദ്ദേഹം നമ്മളോട് ബജറ്റ് എന്താകും എന്നല്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു രൂപരേഖ നമുക്ക് മുന്നിൽ അദ്ദേഹത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. NPC.